തീർച്ചയായും ഉണ്ട്. സുപ്രീം കോടതിക്ക് ഇടപെടാൻ അധികാരമുണ്ട്. കാരണം 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകത്തെ എഴുതുവാണ് ഈ ജുഡീഷ്യറിയിൽ അഴിമതി ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികൾ പഠിക്കില്ലേ? അത് നെഗറ്റീവ് ചിന്താഗതി വരില്ലേ? അതുകൊണ്ട് സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായി അധികാരമുണ്ട് അതിലിടപെടാൻ. ഈ പാഠപുസ്തകങ്ങളിൽ സുപ്രീം കോടതിയിൽ അഴിമതി ഉണ്ടെന്ന് കാണിക്കുമ്പോൾ സ്വാഭാവികമായും പഠിക്കുന്ന കുട്ടിക്ക് ഇന്ത്യൻ ജുഡീഷ്യറി സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് കോടതി ഇതിനെതിരെ പ്രതികരിച്ചതും അത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടതും. സർക്കാർ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പാഠപുസ്തക വിതരണം നിർത്തിവെച്ചിട്ടുണ്ട്. ഈ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളത്തിന് 13 വയസ്സിൻ്റെ പ്രായമാണ്. ആ കാലഘട്ടത്തിൽ കുട്ടികൾ അഡോൾസൻസ് പീരീഡ് എന്ന് പറയും. അഡോൾസൻസ് പീരീഡ് ആ കാലഘട്ടത്തിൽ കിട്ടുന്ന മുഴുവൻ അവരങ്ങ് തലച്ചോറിലേക്ക് വന്നുകൊണ്ട് അതവർ ശീലമാക്കി മാറ്റും. അപ്പോൾ ഈ സമയത്താണ് ഇന്ത്യൻ ജുഡീഷ്യറി അഴിമതി ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് കുട്ടികളോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നീതി കിട്ടില്ല എന്ന ധാരണ പൊതുവെ ഉണ്ടാകും. ആ നിലയിൽ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വരും തലമുറക്ക് വിശ്വാസം നഷ്ടപ്പെടും. ഈ കാര്യമൊക്കെ 8ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് എന്താ കിട്ടിയ കാരണം? ജുഡീഷ്യറി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിന് കൊടുക്കേണ്ട ബഹുമാനം എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് വിശ്വാസം നഷ്ടപ്പെടുത്തുകയല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പണി. ചരിത്ര വസ്തുതകളും അതുപോലെ തന്നെ ഇന്നത്തെ നിലപാടുകളൊക്കെ പഠിപ്പിക്കേണ്ട നിഷ്പക്ഷമായിരിക്കണം സുപ്രീം കോടതി നിലപാട്. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കുന്ന ഒരു കമ്മിറ്റി NCERT, അത് കേന്ദ്ര ഗവൺമെൻറ്റിലും SCERT സംസ്ഥാനത്തിലുമാണ്. ഇവരാണ് പാഠപുസ്തകം നിർമ്മിക്കുക. അതിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. വിദ്യാഭ്യാസ വിചക്ഷണന്മാർ എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ കണക്കാക്കുന്ന ബുദ്ധിജീവികളെയും അതുപോലെ തന്നെ ഡിഗ്രി ഹോൾഡർമാരെ മാത്രം ഉദ്ദേശിക്കുന്നത്. കോമൺ സെൻസ് ഇല്ലാത്തവരവരൊക്കെ. ഈ കമ്മിറ്റിയാണ് പാഠപുസ്തക നിർമ്മാണ കമ്മിറ്റി, ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടാക്കും. ആ കമ്മിറ്റിയിൽ വിദഗ്ധരായ ആളുകളായിരിക്കും ഉൾപ്പെടുത്തുക. അതിൽ ഏത് പാഠപുസ്തകം വേണമെന്നും ഏതൊക്കെ പഠിപ്പിക്കണം നിശ്ചയിക്കേണ്ട അവരാണ്. ഇതിന് കൂടാതെ ഇവർ പാഠപുസ്തകം സെലക്ട് ചെയ്ത ശേഷം ഒരു ഇൻറ്റേർണൽ റിവ്യൂ ഉണ്ടാവും, അത് എക്സ്റ്റേണൽ റിവ്യൂ ഉണ്ടാവും. ഇൻറ്റേർണൽ റിവ്യൂ വെച്ചാൽ ഈ മെമ്പർമാർ തന്നെ പരസ്പരം ഓരോ ആളുകളും വിശകലനം ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ റിവ്യൂ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഈ നിലവിലുള്ള കമ്മിറ്റി മെമ്പറല്ലാത്ത പുറത്തുള്ള ആൾക്കാർ, കമ്മിറ്റിക്ക് പുറത്തുള്ള വിദഗ്ധന്മാരുണ്ടാവും. അവരുടെ ഒരു ഒപ്പീനിയൻ വാങ്ങലാണ് എക്സ്റ്റേണൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് പാഠപുസ്തകം എഡിറ്റിംഗ് വഴിയോ അച്ചടിക്കുകയും ചെയ്യുള്ളൂ. എന്നിട്ടാണ് ഈ തെറ്റ് വരുത്തിയത്. ഇങ്ങനെ തെറ്റ് വരുത്തിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ശിക്ഷിക്കാൻ വേണ്ട. അല്ലാതെ വെറുതെ ചുമ്മാ അങ്ങനെ സസ്പെൻഷൻ ഒന്നുമല്ല പോരട്ടെ, ശിക്ഷിക്കണം അവരെ ശരിക്കും.